2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപിക്കായി മത്സരിച്ച സുരേഷ് ഗോപി പരാജയപ്പെട്ടു. അതും നല്ല ഉഗ്രൻ തോൽവി. പക്ഷേ 2024 ലോക്സഭാ മണ്ഡലം റിസൾട്ട് വന്നപ്പോൾ കേരളം ഒന്നടങ്കം ഞെട്ടി. അതെ, ബിജെപി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു. തൃശ്ശൂരുകാർക്ക് ഇത് എന്തു പറ്റിയെന്ന് മറ്റു ജില്ലക്കാരെല്ലാം ഒരുപോലെ ചോദിച്ചു. ഇതിന്റെ പേരിൽ തൃശ്ശൂരുകാരെ വല്ലാതെ ട്രോളുകയും ചെയ്തു. തൃശ്ശൂരിലെ പാവം വോട്ടർമാരെ ക്രൂശിക്കാൻ വരട്ടെ. തൃശ്ശൂരിൽ വിരിഞ്ഞ താമരയുടെ അടിവേരിൽ പുതഞ്ഞു കിടക്കുന്ന ചളി പുറത്തേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ വെറുതെ അങ്ങ് എടുത്തതല്ലെന്നും നടനും പരിവാരങ്ങളും ചേർന്ന് കട്ടെടുത്തതാണെന്നും തെളിയുകയാണ്. അതെ, സർവത്ര തട്ടിപ്പ്, വോട്ട് കൊള്ളാം. ബിജെപിയുടെ വിജയ ഫോർമുല ഇത് തന്നെയാണ്. തൃശ്ശൂരിൽ അട്ടിമറിയും ക്രമക്കേടും നടന്നുവെന്ന് തുടക്കം മുതൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. തൃശ്ശൂരിലേത് വ്യാജ MP എന്ന സംശയം അനുദിനം ബലപ്പെട്ടു വരികയാണ്. വ്യാജ വോട്ടിന്റെ കഥ മറ നീക്കി പുറത്തു വരുന്നു. ബിജെപി ജില്ലാ നേതാവിന്റെ മേൽവിലാസം മറയാക്കി സംസ്ഥാന ഉപാധ്യക്ഷനും വോട്ട് ചെയ്തു എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ആതിരയുടെ വിലാസം ഉപയോഗിച്ചാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തത്. വി ഉണ്ണികൃഷ്ണന് ഇരട്ട വോട്ടുള്ളതിന്റെ തെളിവുകളെല്ലാം പുറത്തു വന്നിട്ടുമുണ്ട്. വി ഉണ്ണികൃഷ്ണനായിരുന്നല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബിജെപിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ചുക്കാൻ പിടിക്കുക മാത്രമല്ല, നൈസായി ആ ഗ്യാപ്പിൽ വോട്ടും ചെയ്താണ് മടക്കം. സുരേഷ് ഗോപിയുടെ കുടുംബം തന്നെ വോട്ടിംഗിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട്. തൃശൂരിനും കൊല്ലത്തിനും പുറമെ തിരുവനന്തപുരത്തും കുടുംബം വോട്ട് നിലനിർത്തി. ഇനി എന്നും തൃശൂരിലെ താമസക്കാരാണെന്ന് പ്രഖ്യാപിച്ച സുരേഷ് ഗോപിക്ക് ശാസ്തമംഗലത്ത് വോട്ടുണ്ട്. കോർപ്പറേഷൻ 41ാം ഡിവിഷനായ ശാസ്തമംഗലത്തെ 3ാം ബൂത്തിലാണ് കേന്ദ്ര സഹമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ ചേർത്തിട്ടുള്ളത്. ബൂത്തിലെ ക്രമനമ്പർ 675 മുതൽ 682 വരെയുള്ള 8 പേരാണ് TC 22/1788 ലക്ഷ്മി എന്ന വീട്ടിലെ വോട്ടർമാർ. സുരേഷ് ഗോപി, സഹോദരന്മാരായ സുഭാഷ് ഗോപി, സുനിൽ ഗോപിനാഥ്, ഭാര്യമാരായ റാണി സുഭാഷ്, രാധിക സുരേഷ്, കാർത്തിക സുനിൽ ഗോപി, ബന്ധുക്കളായ രമേഷ് കുമാർ, രാജശേഖരൻ പിള്ള, ഇന്ദിര രാജശേഖരൻ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും കൊല്ലത്തും വോട്ടുണ്ട്. കൊല്ലം ഇരവിപുരം മണ്ഡലത്തിലെ വിജ്ഞാന ഭവൻ ബൂത്തിൽ വോട്ടുള്ള സുഭാഷ് ഗോപിയും ഭാര്യ റാണിയും തൃശൂരിൽ ബിജെപി നേതാവിന്റെ വീടിന്റെ വിലാസത്തിലാണ് വോട്ട് ചേർത്തത്. സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് പുറമെ ഡ്രൈവറും അനുയായിയായ RSS നേതാവും എല്ലാം തൃശൂരിൽ വോട്ട് ചേർത്തിരുന്നു. സുരേഷ് ഗോപിയുടെ ഡ്രൈവറായ S അജയകുമാർ തൃശൂർ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C-യിലാണ് വ്യാജ വോട്ട് ചെയ്തത്. നിയമസഭാ വോട്ടർ പട്ടികയിൽ അജയകുമാറിന് വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്താണ്. ഭാരതീയ വിചാര കേന്ദ്രം തൃശൂർ മേഖലാ സെക്രട്ടറി ഷാജി വരവൂരാണ് ക്രമക്കേട് നടത്തിയ മറ്റൊരാൾ. ഇയാളുടെ കുടുംബവും വ്യാജമായി വോട്ട് ചെയ്തിട്ടുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പാലാ നഗരസഭയിൽ വോട്ടുള്ള സുരേഷ് ഗോപിയുടെ അനുയായി ബിജു പുളിക്കണ്ടത്തിലും ഭാര്യയും ഇക്കൂട്ടത്തിലുണ്ട്. സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധമുള്ള തിരുവനന്തപുരം സ്വദേശി സന്തോഷ് കുമാറും തൃശൂർ പൂങ്കുന്നത്ത് വ്യാജ മേൽവിലാസത്തിൽ വോട്ട് ചേർത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ കരട് വോട്ടർ പട്ടികയിലും ഇയാൾക്ക് വോട്ട് തിരുവനന്തപുരത്തെ പാങ്ങോട് LPS-ലാണ്. പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ ഉടമയറിയാതെ ചേർത്തത് 9 കള്ളവോട്ടുകളാണ്. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C എന്ന ഫ്ളാറ്റിലാണ് ക്രമക്കേട് നടന്നത്. വീട്ടിൽ തനിക്ക് മാത്രമാണ് വോട്ടുണ്ടായിരുന്നതെന്നും ബാക്കിയുള്ളവ ആര് ചേർത്തെന്ന് അറിയില്ലെന്നും ഫ്ളാറ്റ് ഉടമ തന്നെ പറയുന്നുണ്ട്. തീർന്നില്ല. തൃശൂരം പൂങ്കുന്നം ഹരിശ്രീ സ്കൂൾ 30ാം നമ്പർ ബൂത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർത്തത് 53 കള്ളവോട്ടാണ്. സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടേതടക്കം 9 കള്ളവോട്ട് ചേർത്ത ബൂത്താണിത്. പൂർണ്ണ വിലാസമില്ലാതെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയാണ് വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഡെപ്യൂട്ടി ഇലക്ഷൻ ഓഫീസർക്ക് LDF നൽകിയ പരാതിയിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ബൂത്ത് നമ്പർ 37 ഫോറം 6 പ്രകാരം വോട്ടർ പട്ടികയിൽ പുതുതായി ഇടം നേടിയ 190 പേരിൽ 24 പേരും മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവരാണ്. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ചർച്ചയായതോടെ സ്ഥിരം പരിപാടിയായ അക്രമത്തിന്റെ പാതയിലാണ് BJP ഇപ്പോൾ. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് തീപ്പന്തവുമായി BJP-ക്കാർ കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് ലക്ഷ്യം. മാർച്ച് നടത്തിയ BJP-ക്കാർ തീപ്പന്തം കൊണ്ട് പോലീസിനെ ആക്രമിച്ച് സംഘർഷം സൃഷ്ടിക്കാനും ശ്രമിച്ചിരുന്നു. പ്രതിരോധം തീർത്ത CPIM പ്രവർത്തകർക്ക് നേരെയും എറിഞ്ഞു തീപ്പന്തം. വിവരമറിഞ്ഞ് കൂടുതൽ CPIM പ്രവർത്തകർ എത്തിയതോടെ BJP-ക്കാർ പിന്തിരിഞ്ഞോടിയെന്നൊക്കെയാണ് കേൾക്കുന്നത്.
ഏതായാലും ഭരണം പിടിക്കാൻ ഭരണഘടനയെയും ജനാധിപത്യത്തെ തന്നെയും തകർത്തു കളയുന്ന BJP-യുടെ കള്ളക്കളികൾ വെളിച്ചത്താവുക തന്നെ ചെയ്യും. BJP-യുടെയും RSSന്റെയും കിരാത നടപടികൾക്ക് ചൂട്ടുപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജനങ്ങളോട് ഇതിനെല്ലാം മറുപടി പറയണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ബാധ്യത തന്നെയാണ്. തൃശൂർ എങ്ങനെ എടുത്തുവെന്നും അണിയറയിലെ രഹസ്യ ഉടമ്പടികളും നീക്കങ്ങളും എന്തൊക്കെയാണെന്നും താമസിയാതെ തെളിവുകൾ സഹിതം പുറത്തുവരും. അന്ന് രാജിവെച്ച് പുറത്തു പോകാനെങ്കിലും ഇപ്പോ സൈലന്റ് മോഡിൽ ഇരിക്കുന്ന സുരേഷ് ഗോപി തയ്യാറാവണം.